ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NPM നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ നോഡ് ഇതിൻ്റെ അകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് NPM മൊഡ്യൂൾസ് അല്ലെങ്കിൽ NPX മൊഡ്യൂൾസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുള്ള നോഡ് JS കോഡ് നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളിപ്പോൾ നിങ്ങളൊരു ബ്രൗസർ ഏതോ അതെടുത്ത് നോഡ് JS എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നോഡെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന നോഡ് JSൻ്റെ പേജിൽ കയറിയിട്ട് ഡൗൺലോഡ് നോഡ് JS ലേറ്റസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ഫയൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, ആ എഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. കുറച്ച് സമയം എടുക്കുന്ന സെറ്റപ്പായി വരുന്നതിന്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മളെ CMD കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് നോക്കാം. നോഡ് -v കൊടുത്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, നോഡിൻ്റെ വെർഷൻ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അർത്ഥം. ഓക്കെ, npm-v. ഓക്കെ, npm നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഈ കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ലിനക്സിൻ്റെ അകത്തും മാക്കിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ വിൻഡോസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വിൻഡോസിൽ ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ടൈൽവിൻ്റെ CSS ആയാലും ഇപ്പം റിയാക്റ്റ് ആയാലും നോഡ് JS ആയാലും എന്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ ആദ്യം ഈ നോഡ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ഉണ്ട്. ഇതിൽ ഞാൻ നോഡ് JSൻ്റെ ഇൻസ്റ്റാളേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.